തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ കുട്ടികളെ ഏത്തമിടിച്ച സംഭവത്തിൽ നടപടിക്ക് നിർദ്ദേശം നൽകി മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ ഡിഡിയോട് റിപ്പോർട്ട് തേടി അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ന്യൂസ് മലയാളം വാർത്തയെ തുടർന്നാണ് നടപടി. പാഠ്യസമിതി കുട്ടികൾ എണീറ്റ് വന്നില്ല. അപ്പൊ നിൽക്കാതെ ഇറങ്ങി പോകാൻ മറ്റൊരു ശ്രമം നടത്തി. അപ്പൊ അതിനെ തുടർന്ന് ഇവര് കഥ കടച്ച കുട്ടികളകത്ത് നിർത്തി. എന്നിട്ട് യാത്ര ഇടാൻ വേണ്ടി പറഞ്ഞു. യാത്ര ഇടിപ്പിച്ചു. ബസ് ഈ സമയത്ത് ബസ് അങ്ങ് പോയി. കുട്ടികളെ ബോളുണ്ടാക്കിയപ്പോ HM ബസ്സിന് ഉള്ള പൈസ കൊടുത്ത് ഒരു രക്ഷാകർത്താവ് വന്നിരുന്നു ഒരു കുട്ടിയെ വിളിക്കാൻ വേണ്ടി. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് DDയോട് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സംഭവം ജനഗണമന പാടി. ചന്തു ചന്ദ്രശേഖർ ചേരുന്നു വിവരങ്ങളുമായി. ചന്തു, അത്യന്തം പ്രാകൃതമായ ഒരു ശിക്ഷാരീതിയെപ്പറ്റി കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. എന്തൊക്കെ നടപടികളിലേക്ക് ഇതിനോടകം കടന്നിട്ടുണ്ട്? വിവരങ്ങളെന്ത്? ലക്ഷ്മി, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ദേശീയ ഗാനം പാടുന്നതിനിടെ കുട്ടികൾ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് 9D ഡിവിഷനിലെ കുട്ടികളെയാണ് വർക്ക് എക്സ്പീരിയൻസ് അധ്യാപിക ഇത്തരത്തിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിടുകയും ഏത്തപിടിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസ്, മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ HM ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് DEക്ക് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് DDക്ക് ലഭിക്കുകയുണ്ടായി. DDയോടാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കാൻ മന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അധ്യാപികയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. എന്തായാലും അധ്യാപികയോട് വിശദീകരണം നേരത്തെ സ്കൂൾ മാനേജ്മെന്റ്, അതായത് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് സ്കൂൾ ചോദിച്ചിരുന്നു. HM ഇതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് തേടിയിരുന്നു. ആ റിപ്പോർട്ടാണ് DEOക്ക് സമർപ്പിച്ചിരുന്നത്. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യം അന്വേഷിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കാൻ മന്ത്രി തന്നെ DDക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ രക്ഷിതാക്കൾ വ്യാപകമായി തന്നെ പരാതി ഉയർത്തിയിരുന്നത് ഈ വിഷയം ലാഘവത്തോടു കൂടിയാണ് സ്കൂൾ സമീപിച്ചത് എന്നതായിരുന്നു. കാരണം ഈ കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൃത്യസമയത്ത് മടങ്ങിപ്പോകുന്നതിന് സാധിച്ചിരുന്നില്ല. അവരുടെ ട്യൂഷൻ മിസ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ സ്കൂൾ ബസ്സിലല്ലാതെ മറ്റ് വാഹനങ്ങളിൽ വീട്ടിലേക്ക് പോകുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് HM ആണ് ഈ ബസ്സിനുള്ള കാശ് നൽകി വീട്ടിലേക്ക് മടക്കി അയച്ചത്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾ വീട്ടിലെത്തി പറഞ്ഞതിന് ശേഷമായിരുന്നു ഈ കാര്യം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതും പ്രതിഷേധവുമായി എത്തിയതും. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ഈ ഗ്രൂപ്പിലടക്കം ഇത്തരത്തിൽ രക്ഷിതാക്കൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ അധ്യാപികയോട് വിശദീകരണം ചോദിക്കാൻ HM തയ്യാറായത്. ശേഷം അധ്യാപിക ഇത്തരത്തിൽ സംഭവിച്ചു പോയെന്നും അത് ക്ഷമിക്കണമെന്നും ഒരു ഖേദപ്രകടനം ഈ ഒരു അടിയന്തരമായി വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ തന്നെ നടത്തിയിരുന്നു. രേഖാമൂലം തന്നെ ആ വിശദീകരണം നേരത്തെ വാങ്ങിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് DEO ഒരു പരിശോധന നടത്തുകയും ആ റിപ്പോർട്ട് DDക്ക് സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും മന്ത്രിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിരിക്കുന്നു. കൃത്യമായ നടപടി ഇതിൽ സ്വീകരിക്കാനുള്ള നിർദ്ദേശമാണ് മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് നീതീകരിക്കാൻ കഴിയാത്ത സംഭവം, ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. ലക്ഷ്മി.